അവരുടെ കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും പാർട്ടി അതിനുവേണ്ടി നിയമപരമായ അപ്പീൽ ഉൾപ്പെടെയുള്ള സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഏതറ്റം വരെയും ബാക്കിയുള്ളവരെയും കുറ്റക്കാരായ ആളുകളെയും നിയമത്തിന് മുമ്പിൽ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിനാവശ്യമായ നടപടികൾ എടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിലിമ ചോദിച്ച ചോദ്യമാണ്. നിലിമ ചോദിച്ചതിന് അനുബന്ധമായി എനിക്ക് പറയട്ടെ. ഒരു കാര്യം, ഇവിടെ TP ചന്ദ്രശേഖരൻ കേസിലൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ള വാടക ഗുണ്ടകളായ CPM എന്നും വാടകയ്ക്കെടുത്തിരിക്കുന്ന CPMൻ്റെ വാടക ഗുണ്ടകളായിരുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ വിഷ്ണു സുരയാവട്ടെ, അതുപോലെ തന്നെ അശ്വിനാവട്ടെ, സുബീഷാവട്ടെ തുടങ്ങിയ മുഴുവൻ ഈ ആളുകളും 14-ൽ 10 പേരും CPMൻ്റെ നേതാക്കളും അറിയപ്പെടുന്ന പ്രവർത്തകരും ആ CPMന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത CPM ആളുകളാണ്. അതുപോലെ മുൻ MLA, അതുപോലെ അവരുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അവരുടെ DYFIയുടെ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇത് അവർക്ക് കഴിയൊഴിയാൻ പറ്റുമോ? കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്താ പറഞ്ഞത്? നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇപ്പോൾ CPM നേതാക്കന്മാർ എന്താ പറയുന്നത്? ഞങ്ങളുടെ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അപ്പീൽ പോകുന്ന തീരുമാനമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഈ കുറ്റം CPM ഏറ്റെടുക്കണം. ഇത് അവരുടെ പ്രതികൾ മുഴുവനും ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയെ പോലെയല്ല, കേഡർ പാർട്ടിയാണ്. കോൺഗ്രസിന്റെ വളരെ കൃത്യമായി അങ്ങ് പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്കിൽ ഈ 10 പേരെ വെറുതെ വിട്ടതിനെതിരെ വളരെ കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുമെന്നല്ലേ അങ്ങ് പറയേണ്ടിയിരുന്നത്? അല്ലാതെ അക്കാര്യത്തിൽ നിയമോപദേശം വരട്ടെ, ശിക്ഷാവിധി വരട്ടെ. ഒരു മിനിറ്റ് അത് ക്ലിയർ ചെയ്യാം. ഞാനത് പറഞ്ഞത് കൃത്യമാണ്. വിധി പകർപ്പ് വന്ന് കഴിഞ്ഞാൽ അവരുടെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് അതിന് അപ്പീൽ പോകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ വിധിപ്പകർപ്പ് വന്നെങ്കിൽ മാത്രമേ എത്രമാത്രം നമുക്ക് മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം. എന്തായാലും അപ്പീൽ പോകണം എന്ന് തന്നെയാണ് പാർട്ടിയും അവരെ കുടുംബാംഗങ്ങളും ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞാനത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ശ്രീ PM നിയാസ്, ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഈ ശിക്ഷാവിധി പുറത്തു വന്നപ്പോൾ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കേസിൽ CPMഉം കോൺഗ്രസുമായി ഒത്തുതീർപ്പുണ്ടായതിനാലാണ് 10 പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ഈ പെരിയ കേസുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് DCCയിൽ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒരു വിഭാഗം അതിശക്തമായി ഇവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി, CPM പ്രതികൾക്ക് നീതി ലഭിക്കാവുന്ന വിധത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ പേരിൽ കാസർഗോഡ് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇത്തരത്തിലൊരു അഭിപ്രായം നടത്തിയത്. ഒരിക്കലുമല്ല. ഇക്കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ നിങ്ങളെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ കേസിൽ 292 സാക്ഷികളാണ്. അതിൽ 154 സാക്ഷികൾ ഉദ്യോഗസ്ഥന്മാരല്ലാത്തവരാണ്. എന്ന് പറഞ്ഞാൽ ഇതിലെ ഉദ്യോഗസ്ഥ സാക്ഷികളല്ലാതെ 154 പേരെ ഹാജരാക്കിയ പ്രോസിക്യൂഷന് പിന്നിൽ കോൺഗ്രസിൻ്റെ സഹായമുണ്ടായിരുന്നു. അവർക്ക് വേണ്ട നിയമപരമായ സഹായമുണ്ടായിരുന്നു. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുത്തു. എല്ലാം നടത്തി. ഒരു കൊലക്കേസ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ക്രിമിനൽ ലോയർ ആയതുകൊണ്ട് പറയുകയാണ്, ഞാൻ പ്രോസിക്യൂഷനിൽ കുറേ കൊലക്കേസുകൾ നടത്താൻ എനിക്ക് അവസരം കിട്ടിയ ഒരാളാണ്. ഒരു കൊലക്കേസിൽ പ്രോസിക്യൂഷൻ ഇത്രയേറെ താല്പര്യമെടുത്ത് എത്ര കേസന്വേഷണം നടത്തിയാലും അത് കോടതിയിൽ തെളിയിക്കണമെങ്കിൽ സാക്ഷികൾ വന്ന് പറയണം. അവിടെ അറിയാമല്ലോ, CPMൻ്റെ കോട്ടയായി നിൽക്കുന്ന ഒരു ഏരിയയിൽ അവിടെ സാക്ഷികൾ നിഷ്പക്ഷരായി സത്യസന്ധരായ സാക്ഷികളെ കോടതി മുമ്പാകെ കൊണ്ടുവന്ന് പറയിപ്പിച്ച് അവർക്ക് സംരക്ഷണം ഒരുക്കുക എന്നത് CPMൻ്റെ ഭരണത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയത്. ഒരു പ്രോസിക്യൂഷൻ കേസ് നടത്തണമെങ്കിൽ എത്ര ചിലവ് വരുമെന്ന് താങ്കൾക്കറിയാമല്ലോ. അത്രയും ചിലവും കാര്യങ്ങളും ഒക്കെ നടത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോയ ആളുകളാണ് ഞങ്ങൾ. ഇവിടെ കോടതിയിൽ ചെയ്യാൻ പറഞ്ഞില്ല, CBI നന്നായ കേസ് അന്വേഷിച്ചു. പക്ഷെ കോടതിയുടെ വിധിയിൽ 10 പേരെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ കുറ്റക്കാരല്ലെന്ന് കണ്ടു. അവരെ ഈ കൂടി ശിക്ഷിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് ഞങ്ങൾ പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഈ സുരേന്ദ്രൻ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സുരേന്ദ്രനോട് എനിക്ക് പറയാനുള്ളത്, സുരേന്ദ്ര, ഈ കേസിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇക്കാര്യത്തിൽ 100% ഈ നിയമ അവസാനം ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയപ്പോഴും ഞങ്ങളും പോയല്ലോ.
സുപ്രീം കോടതി വരെ ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് പോയപ്പോൾ ഞങ്ങളും പോയില്ലേ? കേരള ഹൈക്കോടതിയിൽ 2 തവണ വന്നപ്പോൾ ഞങ്ങളും പോയില്ലേ? ഇവിടെ എല്ലാ കാര്യത്തിലും അത് ഈ സർക്കാരിൻ്റെ കുൽസിത ശ്രമങ്ങളെ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത് കോൺഗ്രസ് ഒറ്റക്കെട്ടായാണ്. അതിൽ കേരളത്തിലെ PCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ശരത് ലാലിന്റെയും കുടുംബമല്ലേ പോയത് ഹൈക്കോടതിയിൽ? ആണ് അതിന് സഹായം ചെയ്തു കൊടുത്തത്. അതിന് സഹായം ചെയ്തു കൊടുത്ത് നിങ്ങൾക്കറിയാലോ, അവർക്ക് വീട് സ്വന്തമായില്ലാത്ത ആളുകളാണ്. അവർക്ക് വീട് വെച്ച് കൊടുത്ത പാർട്ടിയാണ്. അവരുടെ വീടിൽ ഞാൻ പോയതാണ്. അവരൊക്കെ ഒരു പശുവിനെ കറന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ജീവിക്കുന്നവരാണ്. കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ്. ഒരു കൊലക്കേസ് എറണാകുളത്ത് കൊലക്കേസ് നടത്തി 184 പേരെ സാക്ഷി വിസ്താരം നടത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് സാധ്യമാവുന്ന കാര്യമല്ല. പാർട്ടിക്കാര്യത്തിൽ കാണിച്ച ഒരു ധീരമായ നിലപാട് KPC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് നമ്മുടെ VD സതീശനും അതുപോലെ DCC പ്രസിഡന്റും DCC ഭാരവാഹികളും എല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി. അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അവിടെ ഒരു കേസിലെ ഒരു പ്രതിയുടെ മകൻ്റെ കല്യാണത്തിന് അവിടെ ഒരു കോൺഗ്രസിൽ ഉത്തരവാദപ്പെട്ട 2-3 പേര് പോയി എന്ന് പറഞ്ഞപ്പോൾ അന്വേഷണം നടത്തിയ ഞാനാണ്. അത് കുറ്റം കണ്ടെത്തിയവരെ പേരിൽ 4 പേരെ പാർട്ടിയിൽ നിന്ന് വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന 4 പേരെ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോഴും അവർ പുറത്തു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ വലിയ KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കന്മാരെ പോലും ഇതിൻ്റെ ആരോപണത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയവരാണ് ഞങ്ങൾ, സസ്പെൻഡ് ചെയ്തവരാണ് ഞങ്ങൾ. അപ്പോൾ അതിലൊരു ശക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ CPM-നെ പോലെയല്ല. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ്, മരണപ്പെട്ടവർക്കൊപ്പമാണ്, കൊല്ലപ്പെട്ടവർക്കൊപ്പമാണ്. അക്കാര്യത്തിൽ ഒരു സംശയം വേണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ കാര്യത്തിൽ നിതാന്തര ജാഗ്രതയും ഞങ്ങളുടെ അതിശക്തമായ സൂക്ഷ്മ നിരീക്ഷണവും ഒക്കെ സഹായവും ഒക്കെ കൊണ്ടാണ് ഈ രീതിയിൽ വിധി പ്രഖ്യാപിക്കാൻ ഇടവന്നിട്ടുള്ളത്. ബാക്കി പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനുള്ള അവസാന ശ്രമവും ഞങ്ങളുടെ പാർട്ടി സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകും.